നിതിനിലേക്ക് തിരിച്ചു പോവുകയാണ്. നിതിൻ, ഇതിൽ ഇപ്പോൾ ഈ പരാതിക്കാരി അല്ല, ക്ഷമിക്കണം, ഈ ആം, രേവതി സമ്പത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നിലവിൽ ഈ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സർക്കാർ പറയുന്നുണ്ട് പരാതി ലഭിക്കുന്ന പക്ഷം തീരുമാനമെടുക്കും, അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ കേസ് കൊടുക്കാൻ മടിക്കുന്നത്? ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു മടി കൊണ്ടാണോ അതോ ഭയം കൊണ്ടാണോ? എന്തായിരിക്കും നിതിൻ അത്തരത്തിലൊരു നിലപാട്? ഭദ്ര വ്യക്തിപരമായി അവരെ നിലപാട് എന്ത് എന്നതിനേക്കാൾ ഉപരി, കാരണം അവർ ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ പറയുന്നത് തന്റെ തൊഴിലിനും ഭാവി ജീവിതത്തിനുമെല്ലാം സുരക്ഷ ഉറപ്പുവരുത്തുകയാണെങ്കിൽ താൻ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സുരക്ഷ ഉൾപ്പെടെ, കാരണം സിനിമാ മേഖലയിലെ വീണ്ടും സിനിമാ മേഖലയിൽ അവസരം ലഭിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു 100% സുരക്ഷ നൽകാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് ഇത്തരത്തിൽ തന്നെ ഈ രൂപത്തിലെല്ലാം തന്നെ ഒരു പുരുഷനിൽ നിന്ന് തനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായ പ്രതികരണമാണ് നടത്തിയത്. ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയത് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്. അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളല്ല കേരളം മുഴുവൻ, ലോകം മുഴുവൻ കേട്ടതാണ് ഈ യുവനടിയുടെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ പോലീസിന് കഴിയും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ കേസെടുക്കുമോ അല്ലെങ്കിൽ പോലീസിനോട് കേസെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുമോ കണ്ടറിയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോടതിയിൽ കേസുമായി പോവുകയാണെങ്കിൽ കോടതി സ്വാഭാവികമായും കേസെടുക്കാൻ നിർദ്ദേശം നൽകും. അത്തരത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടാവുകയാണെങ്കിലും പോലീസിന് കേസെടുത്തേ മതിയാകൂ. ആ രൂപത്തിലേക്കും കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകളോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി സ്വമേധയാ കേസ് നൽകാൻ തയ്യാറാകണം. പക്ഷേ ആ പ്രതികരണത്തിൽ നിന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ യുവനടിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വമേധയാ കേസ് നൽകാനുള്ള ഒരു സാധ്യത വിരളമാണ്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുമോ എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. ഭദ്ര. തീർച്ചയായും നിതിൻ, എന്തായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിതിനിലേക്ക് അറിയേണ്ടതുണ്ട്. അതായത് ഈ ഇനിയിപ്പോ എന്തായാലും സിദ്ദിഖ് രാജിവെച്ച സ്ഥലത്തേക്ക് അടുത്ത ആൾ ആരായിരിക്കും എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അവിടെയും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന്റെ പേര് തന്നെയാണ്. ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ടോ അതോ ഇനി എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമായിരിക്കുമോ ഇതിലൊരു നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാവുക? ഭദ്ര, സംഘടനയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ സംഘടനയുടെ ബൈലോ പ്രകാരം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പകരം ചുമതല ജോയിന്റ് സെക്രട്ടറിക്ക് തന്നെയാണ് നൽകേണ്ടത്. അങ്ങനെയാകുമ്പോൾ നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജാണ്. ബാബുരാജിന് തന്നെ ആ സ്ഥാനം നൽകും. പക്ഷേ അതിന്റെ കാര്യങ്ങൾ, ബാബുരാജിന് സ്ഥാനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ചൊവ്വാഴ്ചത്തെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ്. ഈ യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഈ തിങ്കളാഴ്ചത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷമിക്കുന്ന ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര. ശരി, തീർച്ചയായും നിതിൻ, എന്തായാലും ഈ രേവതി സമ്പത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് സിദ്ദിഖിന് അർഹമായിട്ടുള്ള ഒരു രാജി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, അദ്ദേഹം കൊടും ക്രിമിനലാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പറയുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്, അല്പസമയത്തിനകം ഓൺലൈനായിട്ട് അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിലൊക്കെ വലിയ രീതിയിൽ ആ, ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചിട്ടുള്ളത്. സർക്കാരിന് രാജിക്കത്ത് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് രാജി ഉണ്ടായിരിക്കുന്നത്. രാവിലെയായിരുന്നു ഈ സിദ്ദിഖിന്റെ രാജിയുമായി ഒരു സ്ഥിരീകരണം ഉണ്ടായത്. ഒറ്റ ലൈനിലായിരുന്നു അദ്ദേഹം രാജിവെക്കുന്ന കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മോഹൻലാലിന് ഇമെയിൽ വഴിയായിരുന്നു രാജി സമർപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെയാണ് അധികം വൈകാതെ ഈ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ആ ഒരു പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നത് തൻ്റെ വാഹനത്തിൽ നിന്നും ആ ഒരു പ്ലേറ്റ് എടുത്തു മാറ്റിയതിന് ശേഷമായിരുന്നു. ഇനി ബിനോയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ബിനോയ്, എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജിയും സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സർക്കാരൊക്കെ പറയുന്നത് പോലെ തന്നെ പരാതി കിട്ടുന്ന പക്ഷം നടപടി എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും
ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഈ നടി ഇപ്പോൾ അതിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തനിക്ക് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കഴിഞ്ഞ ദിവസം ആദ്യമായി ഒരു സംവിധായകന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു തുറഞ്ഞു പറച്ചിൽ നടത്തിയത് ഈ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന നടിയായി. അതിന്റെ തൊട്ട് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ തുടങ്ങാനായിരുന്നു യുവജന സംഘടനകളുടെ തീരുമാനവും. അത്തരത്തിൽ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി രഞ്ജിത്ത് രാജിവെക്കുകയും ചെയ്തു കളക്ടർ അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവര് പോലീസ് സമീപിക്കാമെങ്കിൽ അവർ കാര്യങ്ങൾ പറയും, അവര് മൊഴി നൽകും എന്നാണ്. അതേസമയം അല്ലാതെ സ്വമേധയെ അവർ കേരളത്തിലെത്തി ഒരു പരാതി കൊടുക്കും എന്നല്ല. അതിനകത്ത് മറ്റൊരു കാര്യം, ഇത് ഇനി ഈ കേസിൽ നിർണായകമായ ഒരു കാര്യം, പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഇതിനകത്തുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് നിയമപരമായി ഒരു ഇര അവരുടെ വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ ആ വെളിപ്പെടുത്തലിൽ കൃത്യമായും ആരാണോ തന്നെ അതിക്രമിച്ച അല്ലെങ്കിൽ തനിക്കെതിരെ അതിക്രമം കാണിച്ചത് ആരാണോ അയാളുടെ പേരും സമയവും സ്ഥലവും എല്ലാം വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അതൊരു മൊഴിയായി കണക്കാക്കിക്കൊണ്ട് അത് പോലീസിന് കേസെടുക്കാൻ കഴിയും. അത്തരത്തിൽ കേസെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുമ്പിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച്, അതായത് ഒരു പൊതുതാൽപര്യ ഹർജി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു പൊതുതാൽപര്യ ഹർജി, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്, ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് വാദം കേൾക്കാൻ അടുത്ത ആഴ്ച ആദ്യ വാരത്തിൽ അത് വാദം കേൾക്കുകയും ചെയ്യും. അങ്ങനെ വാദം കേൾക്കുന്ന ആ സമയത്ത് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കിയ നടപടിക്രമങ്ങൾ എന്തൊക്കെ എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരമായി പോലീസ് അറിവുകളെ കുറിച്ച് വിവരം നൽകേണ്ട സാങ്കേതികമായ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് 2 ദിവസത്തിനുള്ളിൽ കടക്കുകയോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു വ്യാപകമായ അന്വേഷണത്തിന് മുതിരുകയോ ചെയ്യും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലൊരു കാര്യം രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഹിച്ചിരുന്ന പദവി, അതാണ് അദ്ദേഹത്തിന് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ചരിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന് തന്നെ ഏറ്റവും ഒരു വലിയൊരു മേഖലയാണ് ചരിത്ര മേഖല. ആ ചരിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ചരിത്ര അക്കാദമി കേരളത്തിലെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന, അതുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ വലിയ ചരിത്ര മേഖല ഉന്നതരെ എത്തിച്ച് മലയാളികൾക്ക് പരിചയപ്പെടാൻ അവസരം ഒരുക്കുന്ന ചരിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന ആളാണ് രഞ്ജിത്ത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പദവിയിലിരുന്ന ആൾ ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിച്ചാൽ അത് ഒരു പക്ഷേ അതൊരു വലിയ ക്രമക്കേട് തന്നെയാണ്. അതിനെക്കുറിച്ച് അന്വേഷണം അനിവാര്യമാണ്. കാരണം അയാൾ അന്വേഷണം നടക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ, താൻ ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ പോകും, അതിന് മാറ്റമില്ല എന്ന് തന്നെയാണ് ചില സർക്കാർ കേന്ദ്രങ്ങളിൽ നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇത് സംബന്ധിച്ച് ഇടതുപക്ഷ സ്ത്രീ സഹയാത്രികയായ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില വനിതകൾ, ചില പ്രവർത്തകർ, അവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലീസിന് എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും. മാത്രമല്ല, ഇന്നലെ കോഴിക്കോട് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ മന്ത്രി പോലീസിന്റെ ജോലി കൃത്യമായി വഹിക്കും, അവർക്ക് എതിരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോലീസ് അന്വേഷണങ്ങളിൽ യാതൊരു കാരണവശാലും സർക്കാർ ഇടപെടത്തില്ല, ഒരു നീതിപൂർവമായ കൃത്യനിർവഹണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഒരു അന്വേഷണ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പോലീസിന്റെ അന്വേഷണം ഉറപ്പാണ് എന്നത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശ്രീലേഖ മിത്ര മാത്രമാണ് രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വീണ്ടും പരാതി കൊടുത്തുകൊണ്ട് ഇപ്പോ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും ചില നടന്മാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും നടന്മാർക്കെതിരെ അവർ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെ വലിയ തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല. സർക്കാർ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭദ്ര.
തീർച്ചയായും ബിനോയ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതായത് ഈ 2 രാജി എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പ്രശ്നങ്ങൾ? കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയില്ല അതിനകത്ത് ആരുടെയൊക്കെ പേരുണ്ട്, ഒരുപക്ഷേ ഇവരുടെയൊക്കെ പേരുണ്ടോ, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ബിനോയ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഓരോ നടിമാർ ഇത്തരത്തിൽ എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ഒരു ദിവസം വലിയ തരത്തിൽ പരാതികളൊന്നും തന്നെ പുറത്തു വന്നില്ല. അതേസമയം ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര തന്റെ പരാതി, അതും ഒരു ഉന്നതനെതിരെ ഒരു വലിയ പരാതി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് പലരും ഈ രംഗത്തേക്ക് എത്തുകയും അവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതും മുഖം നോക്കാതെ തന്നെ അവർ പറയും. സിദ്ദിഖിനെതിരെ തന്നെ ആരോപണം ഉയർത്തിയത് ഉൾപ്പെടെ. സിദ്ദിഖിനെതിരെ ഒരാൾ മാത്രമല്ല, പലരും തുറന്നു പറയാൻ തയ്യാറാണ്. പക്ഷെ ഇവരുടെ എല്ലാം പേടി ഭാവിയിൽ ഇവർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവരുടെ ജീവിത വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് പലരും ഈ സംഭവങ്ങളും തന്നെ തുറന്നു പറയാൻ തയ്യാറാകാതെ മൗനം പാലിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത്തരത്തിൽ ഒരിക്കൽ പോലും സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിക്രമങ്ങൾ ഏറ്റുപറയാൻ, അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ പറയാൻ നടികൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വനിതകൾ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ആദ്യം ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ഒത്തിരി സ്ത്രീകൾ, ഒത്തിരി വനിതകൾ, ഒത്തിരി പെൺകുട്ടികൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാനായി രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ തുറന്നു പറച്ചിൽ തുടരുക തന്നെ ചെയ്യും എന്നൊക്കെ വ്യക്തമാവുന്നു. കാരണം പ്രമുഖ നടിമാരൊക്കെ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നുണ്ട്. കാരണം അവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഇപ്പോൾ സിനിമാ മേഖല അവർ സജീവമാണ്. അവർക്കൊരു പക്ഷേ ഇത്തരം തുറന്നു പറച്ചിലുകൾ അവർക്ക് തയ്യാറാകത്തുമില്ല. അതേസമയം ഇന്നലെ തന്നെ ചില അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നടി ശ്വേത മേനോൻ എത്തി. അതായത് മലയാള സിനിമാ രംഗത്ത് നേരത്തെ പറയുന്ന പോലെ തന്നെ ചില പവർ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ സിനിമയെ നിയന്ത്രിക്കുന്ന ചില പവർ ടീമുകൾ ഉണ്ട്. അങ്ങനെ ഒരു 15 പേരടങ്ങുന്ന സംഘം മലയാള സിനിമയിലുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ ഈ പവർ ടീമിൽപ്പെട്ട ആളുകളാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന് നടി ശ്വേത മേനോൻ പറഞ്ഞു. ഒപ്പം അവർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. തനിക്ക് 8ഓളം സിനിമകൾ നഷ്ടമായതിന് പിന്നിൽ, മലയാളം നഷ്ടമായതിന് പിന്നിൽ ഈ പവർ ഗ്രൂപ്പുകളാണെന്ന് ശ്വേത മേനോൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോ മലയാളത്തിൽ ഇടപെടുകയാണ് നമുക്കിപ്പോൾ സംവിധായകൻ